അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തന്നല്ലേ? സുഖല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും, എല്ലാ ദുഃഖങ്ങളെയും, എല്ലാ ഇടങ്ങേറുകളെയും, എല്ലാ തടസ്സങ്ങളെയും, പ്രതിസന്ധികളെയും അകറ്റി ഓൻ്റെ അടിമകളിൽ, ഓൻ്റെ മുഅ്മിനീങ്ങളിൽ, ഓൻ്റെ സത്യവിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. അങ്ങനെ നമ്മിലേക്ക് ഒരു മിന്നൽ പോലെ വന്നൊരു മാസമായിരുന്നു അല്ലേ പുണ്യവർഷത്തിലെ ആദ്യ മാസമായിട്ടുള്ള മുഹറം മാസം എന്നുള്ളത്. നമ്മളിപ്പോൾ എന്നാ അത് പറഞ്ഞത്? ഇന്ന് മുഹറമിൻ്റെ ആദ്യ ദിവസമാണ്, ആദ്യ രാവാണെന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ എന്നാണ്? ഇന്നിപ്പോൾ അവസാനത്തിൽ നിൽക്കുക നമ്മൾ. മേ ബി ഈ ഒരു മഗ്‌രിബിക്ക് ശേഷം നമ്മിലെ മുഹറം മാസത്തിൻ്റെ ആദ്യ രാവായിരിക്കും അല്ലേ, മാസം കാണുകയാണെങ്കിൽ, മാസം ദർശിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് മുഹറം 30 പൂർത്തീകരിച്ച് മഗ്‌രിബിക്ക് ശേഷം നമ്മൾ സഫറിൻ്റെ ആദ്യ രാവിലേക്ക് പ്രവേശിക്കും നാളെ. എന്താണെങ്കിലും ഒരു ശക്കിൻ്റെ സമയത്ത്, ഒരു സംശയത്തിൻ്റെ സമയത്താണ് നമ്മൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി ഈ ഒരു മഗ്‌രിബിക്ക് ശേഷം സഫറിൻ്റെ ആദ്യ രാവാവാം, അല്ലെങ്കിൽ മുഹറമിൻ്റെ അവസാന രാവാകാം, എന്തുമാകാം. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മൾ ചെയ്ത നന്മകൾ, ഹസനാത്തുകൾ എല്ലാം അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ സ്വീകരിച്ച്, ചെയ്ത സയ്യിആത്തുകൾ പൂർണ്ണമായ രീതിയിൽ മായ്ച്ച് ഓൻ്റെ അടിമകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്താണെങ്കിലും പറഞ്ഞു വരുന്നത്, സഫറിൻ്റെ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ട ഒരത്ഭുത ദുആയുണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ദുആ സഫറിൽ ഒരു ദിവസവും നമ്മൾ ഒരിക്കലും മറന്നു പോകല്ലേ എന്നുള്ളതാണ്. ചെറിയൊരു ദുആ ആണ്, 1 മിനിറ്റ് പോലും ശരിക്കും ഈ ഒരു ദുആ ചൊല്ലാൻ വേണ്ട. പക്ഷേ ഈ ദുആ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ, ഈ ദുആ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത സഫർ വരെയുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, എല്ലാ ഡിപ്രഷനുകളിൽ നിന്നും, എല്ലാ വലിയ പ്രതിബന്ധങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമ്മളെ കാക്കും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട. ഇതിൻ്റെ ഫലത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഹഫിളഹുല്ലാഹു തആല ഫി തിൽക സനതി മിനൽ ആഫാതി വൽ ബലിയാതി ഇലാ സഫരിൻ ഖാബിൽ വലം യുസിബുഹു ഫീഹാ ബലാഉൻ ഖത്ത്. അത്രയും പവർഫുള്ളായിട്ടുള്ള, അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ദുആ. ഫലം മനസ്സിലായില്ലേ? അടുത്ത സഫർ വരെ നമ്മൾ ഒന്നും പേടിക്കണ്ട. കടങ്ങൾ കൊണ്ട്, ലോണുകൾ കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കൊണ്ട് നമ്മൾ പേടിക്കണ്ടെന്ന്. അതിനൊക്കെയുള്ള ഒരു രക്ഷ, അല്ലെങ്കിൽ അതിനൊക്കെയുള്ളൊരു പ്രൊട്ടക്ഷൻ ഈ ദുആയിലുണ്ട് എന്നുള്ളത് തീർച്ച. നമ്മുടെ ബുദ്ധിമുട്ടുകൾ പടച്ച റബ്ബ് അകറ്റി തരും എന്നുള്ളത് ഉറപ്പ്. നമ്മൾ ഇടങ്ങാറായിക്കൊണ്ടിരിക്കുന്ന പ്രോബ്ലംസ് പടച്ച റബ്ബ് തീർത്തു തരും എന്നുള്ളത് തീർച്ച, മൂർച്ച, ഇൻഷാ അല്ലാഹ്. എന്താണെങ്കിലും കൂടുതൽ നീട്ടിപ്പരത്തി പറയല്ല. ഇനി ഏതാണ് ദുആ എന്ന് പറഞ്ഞുതരാം. ഒറ്റവട്ടം എല്ലാ ദിവസവും സഫറിലെ ഓരോ ദിവസവും നമ്മൾ പതിവാക്കുക. സമയം നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. 24 മണിക്കൂറുണ്ടല്ലോ ഒരു ദിവസത്തിൽ. അതിലെപ്പോഴാണോ സാധിക്കുന്നത് അപ്പം ചൊല്ലുക, ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു പ്രത്യേക സമയം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും മറന്നു പോകില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നമ്മൾ ഉദാഹരണം സുബഹിക്ക് ശേഷം ദിവസം ചൊല്ലുകയാണെങ്കിൽ ആ ടൈമായി കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരും. നമ്മൾ അപ്പോഴൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു അടുത്ത ഡേ ഏതെങ്കിലും ഒരു ദിവസത്തിൽ അത് ചിലപ്പോൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊരു നിശ്ചിത സമയം നമ്മൾ നിശ്ചയിച്ചിട്ട് ചൊല്ലുകയായിരിക്കും നല്ലത് എന്ന് ഞാൻ പ്രിഫർ ചെയ്യാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആ ഇതാണ്, സ്ക്രീനിൽ കാണാൻ കഴിയും. അത് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക അൻ-നബിയിൽ ഉമ്മിയി വഅലാ ആലിഹി വബാരിക് വസല്ലിം. اللهم إني أعوذ بك من شر هذا الشهر ومن كل شدة وبلاء وبلية قدرتها فيه يا دهر يا مالك الدنيا والآخرة يا عالما بما كان وما يكون ومن إذا أراد شيئا قال له كن فيكون يا أزلي يا أبدي يا مبدئ يا معيد يا ذا الجلال والإكرام يا ذا العرش المجيد أنت تفعل ما تريد.
اللهم احرس بعينك نفسي وأهلي ومالي وولدي وديني ودنياي التي ابتليتني بصحبتها بحرمة الأبرار والأخيار برحمتك يا عزيز يا غفار يا كريم يا ستار برحمتك يا أرحم الراحمين. اللهم يا شديد القوى ويا شديد المحال يا عزيز ذلت لعزتك جميع خلقك اكفني عن جميع خلقك يا محسن يا مجمل يا متفضل يا منعم يا مكرم يا من لا إله إلا أنت ارحمني برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم أجمعين. ഇതാണ് ദുആ എന്നുള്ളത്. വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു ദുആ ആണ്. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ തരാൻ വേണ്ടി പടച്ചവനോട് നമ്മൾ ദുആ ചെയ്യാണ്. ദുനിയാവും അതുപോലെ തന്നെ നമ്മുടെ ആഖിറവും കാക്കാൻ വേണ്ടി പടച്ചവനോട് പറയാണ്. ഇങ്ങനെ പല രീതിക്കുള്ള മീനിങ് ഫുള്ളായിട്ടുള്ള ദുആ ആണ്. പടച്ച റബ്ബ് നമുക്കിത് സഫറിലെ ഓരോ ദിവസവും പതിവാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എന്താണെങ്കിലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.